Hello friends, എല്ലാവർക്കും ഗെറ്റ് റിസൾട്ടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. Realme 7i ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തു. ഒക്ടോബർ 16 തീയതി മുതൽ ഈ ഒരു ഫോൺ ഫ്ലിപ്കാർട്ടിലൂടെ അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് നല്ല ഫീച്ചേഴ്സ് ആയിട്ടായിരുന്നു Realme 7 Proയിൽ Realme 7 എത്തിയിട്ടുള്ളത്. പക്ഷേ ഇവിടെ 12,000 രൂപ എന്ന ഒരു ബഡ്ജറ്റ് റേഞ്ചിലാണ് Realme 7i എത്തിയിട്ടുള്ളത്. അതായത് ആ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ ഒരുപാട് കോമ്പറ്റീഷൻസ് ഉണ്ട്. അതായത് അല്ലെങ്കിൽ അത്രയും അധികം ഫോണുകൾ ആ ഒരു ബഡ്ജറ്റിലുണ്ട്. വ്യത്യസ്ത തരത്തിലുള്ള സ്പെസിഫിക്കേഷൻസോട് കൂടിയ ഫോണുകളുണ്ട്. അപ്പോൾ ഈ ഒരു മാർക്കറ്റിലേക്ക് ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ Realme 7i മാർക്കറ്റിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ പൊസിഷൻ എന്താണ്, അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു ബെറ്റർ ചോയ്സ് ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. സോ വിത്തൗട്ട് വേസ്റ്റിംഗ് എ സെക്കൻഡ്, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. Realme 7iയുടെ ഡിസ്പ്ലേ പരിശോധിച്ച് കഴിഞ്ഞാൽ 6.5 ഇഞ്ച് വലിപ്പമുള്ള HD+ റെസൊല്യൂഷനോട് കൂടിയ 90 Hz റിഫ്രഷ് റേറ്റ് ഉള്ള ഒരു ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ നൽകിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു ഡിസ്പ്ലേയിൽ ടോപ്പ് ലെഫ്റ്റ് കോർണറിലായിട്ട് ഒരു പഞ്ച് ഹോൾ നൽകിയിട്ടുണ്ട്. അപ്പം ഓവറോൾ പെർഫോമൻസ് ഡിസ്പ്ലേയുടെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഡിസൈനിൻ്റെ കാര്യത്തിൽ, ലുക്കിൻ്റെ കാര്യത്തിൽ വലിയ കോംപ്രമൈസ് ഒന്നും റിയൽമി ചെയ്തിട്ടില്ല. പക്ഷേ ഇതിവിടെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് HD+ റെസൊല്യൂഷൻ മാത്രമാണ് ഈ ഒരു 12,000 രൂപ എന്ന ബഡ്ജറ്റ് റേഞ്ചിൽ നമുക്ക് ലഭിക്കുന്നുള്ളൂ. അപ്പോൾ ഇത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു നെഗറ്റീവ് സൈഡ് തന്നെയാണ്. പക്ഷേ ഇവിടെ നമുക്ക് 90 Hz റിഫ്രഷ് റേറ്റ് ലഭിക്കുന്നുമുണ്ട്. എങ്കിൽ കൂടി ഞാൻ റെക്കമെൻഡ് ചെയ്യുക ഒരു ഫുൾ HD+ ഡിസ്പ്ലേ ആണ്, ആ ഒരു റെസൊല്യൂഷനുള്ള ഡിസ്പ്ലേ ആണ് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. HD+ ഡിസ്പ്ലേയും അതേപോലെ തന്നെ പ്ലസ് 90 Hz റിഫ്രഷ് റേറ്റുള്ള ഫോണിനേക്കാൾ നല്ലത് എനിക്ക് തോന്നുന്നത് ഫുൾ HD+ ഡിസ്പ്ലേ ഉള്ള ഫോണാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ഫോണിൻ്റെ റിയർ സൈഡിലായിട്ടാണ് ഈ ഒരു ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇനി Realme 7iയുടെ പ്രൊസസ്സർ പരിശോധിച്ച് കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗണിൻ്റെ തന്നെ 662 എന്ന ഒരു പ്രൊസസ്സറാണ് ഈ ഒരു ഫോണിൽ നൽകിയിട്ടുള്ളത്. അതും ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിലേക്ക് നോക്കുന്ന സമയത്ത് ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും നല്ല ഒരു പ്രൊസസ്സറൊന്നുമല്ല ഈ ഒരു ഫോണിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതേപോലെ തന്നെ 4GB റാമും അതേപോലെ തന്നെ 4GB റാമിൽ തന്നെ 64GB ഇൻറ്റേർണൽ സ്റ്റോറേജും അതേ സെയിം 4GB റാമിൽ തന്നെ 128GB ഇൻറ്റേർണൽ സ്റ്റോറേജും വരുന്ന തരത്തിലുള്ള 2 വേരിയൻറ്റുകളാണ് ഈ ഒരു ഫോണിലുള്ളത്. ഇവിടെ റാമിൻ്റെ കാര്യത്തിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു സ്പെസിഫിക്കേഷൻ ഉണ്ട്. അതായത് LPDDR4X റാമാണ് ഈ ഒരു ഫോണിൽ നൽകിയിട്ടുള്ളത്. അതേപോലെ തന്നെ UFS 2.1 സ്റ്റോറേജ് ടൈപ്പും ആണ് ഈ ഒരു ഫോണിൽ നൽകിയിട്ടുള്ളത്. ഇത് രണ്ടും ഇവിടെ മികച്ചു നൽകുന്ന ഒരു വശം തന്നെയാണ്. 12,000 രൂപയുടെ ബഡ്ജറ്റിൽ ഈ ഒരു ഫോണിൽ ഈ റാമിൻ്റെ കാര്യത്തിലും സ്റ്റോറേജ് ടൈപ്പിൻ്റെ കാര്യത്തിലും ലേറ്റസ്റ്റ് ടെക്നോളജി അല്ലെങ്കിൽ കൂടി വളരെ മോശമല്ലാത്തൊരു ടെക്നോളജിയാണ് അവർ യൂസ് ചെയ്തിട്ടുള്ളത്. ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് പരിശോധിച്ച് കഴിഞ്ഞാൽ ക്വാഡ് ക്യാമറ സെറ്റപ്പോട് കൂടിയാണ് Realme 7i എത്തിയിട്ടുള്ളത്. അതിൽ ആദ്യത്തേത് ഒരു 64 മെഗാപിക്സലിൻ്റെ f1.8 അപ്പർച്ചറിലുള്ള പ്രൈമറി ലെൻസും, രണ്ടാമത്തേത് ഒരു 8 MBയുടെ f2.2 അപ്പർച്ചറിലുള്ള വൈഡ് ആംഗിൾ ലെൻസും, മൂന്നാമത്തേത് ഒരു 2 MBയുടെ മാക്രോ ലെൻസും, അതേപോലെ തന്നെ നാലാമത്തേത് ഒരു 2 MBയുടെ ഡെപ്ത് ലെൻസുമാണ് ഈ ഒരു ഫോണിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. വൈഡ് ആംഗിൾ ലെൻസിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് 119 ഡിഗ്രിയാണ്. ഈ സെൽഫി ക്യാമറ പരിശോധിച്ച് കഴിഞ്ഞാൽ 16 മെഗാപിക്സലിൻ്റെ ഒരു സെൽഫി ഷൂട്ടറാണ് ഈ ഒരു ഫോണിൽ നൽകിയിട്ടുള്ളത്. അത് മാത്രമല്ല ഈ ഒരു ഫോണിൽ നമ്മൾ Realme 7 Proയിലൊക്കെ കണ്ടതുപോലെയുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സും സിനിമ മോഡ് അതുപോലുള്ള ഒരുപാട് മോഡുകളും കാര്യങ്ങളൊക്കെ ക്യാമറയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, സോഫ്റ്റ്വെയറിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇനി ഈ ഒരു ഫോണിൻ്റെ ബാറ്ററി പരിശോധിച്ച് കഴിഞ്ഞാൽ 5000 mAhൻ്റെ ഒരു ബാറ്ററിയാണ് ഈ ഒരു ഫോണിൽ നമുക്ക് ലഭിക്കുന്നത്. അതേപോലെ തന്നെ 18 വാട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ബോക്സിൽ ഈ ഒരു 18 വാട്ട് ഫാസ്റ്റ് ചാർജർ ലഭിക്കുന്നുമുണ്ട്. Realme 7iൻ്റെ പ്രൈസ് പരിശോധിച്ച് കഴിഞ്ഞാൽ 4GB + 64GB എന്ന വേരിയൻറ്റിന് 11,999 രൂപയും 4GB + 128GB എന്ന വേരിയൻറ്റിന് 12,999 രൂപയുമാണ് രൂപയ്ക്കുമാണ് മാർക്കറ്റിൽ ഈ ഒരു ഫോൺ ലഭിക്കാനുള്ള സാധ്യത. അപ്പോൾ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 12,000 രൂപയാണ്. അപ്പോൾ 12,000 രൂപയ്ക്ക് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഈ ഒരു മാർക്കറ്റിൽ ഇപ്പോൾ ഓൾറെഡി അവൈലബിൾ ആണ്. റിയൽമിയുടെ ഫോണുകൾ തന്നെ ഉണ്ട്, ഒരുപാട് ഫോണുകൾ 12,000 രൂപയുടെ ബഡ്ജറ്റിൽ വരുന്ന ഫോണുകളുണ്ട്. ഈ Realme C3 ഒക്കെ നമുക്ക് 11,000 രൂപയ്ക്ക് ലഭിക്കാവുന്ന, എനിക്ക് തോന്നുന്നു ഒരു മിഡ് റേഞ്ച് സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്ന ഏറ്റവും ബെസ്റ്റ് ചോയ്സ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം 11,000 രൂപയിൽ Realme C3 ഉണ്ട്, അതുപോലെ തന്നെ Realme Narzo 10ഉം 20ഉം ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ ഏകദേശം ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക്
പോക്കോയുടെ ഫോണുകൾ എടുത്ത് നോക്കി കഴിഞ്ഞാലും ഉണ്ട് ഒരുപാട് ഫോണുകൾ. പോക്കോ M2 എന്ന് പറയുന്ന ഫോൺ ഈ സെയിം ബഡ്ജറ്റിൽ വരുന്ന ഫോണാണ്. പക്ഷേ ഞാൻ പോക്കോ M2ൻ്റെ സ്പെക്ക് നോക്കിയ സമയത്ത് ഇതിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഫോണ് അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ, ആ ഒരു ഫോണിൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ ഉണ്ട് ആ ഒരു ഫോണിൽ. അതേപോലെ തന്നെ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ക്യാമറ സെറ്റപ്പ് ഉണ്ട്. അതേപോലെ തന്നെ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോസസ്സറും ആ ഒരു ഫോണിൽ എനിക്ക് കാണാനായിട്ട് പറ്റി. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഒരു ഫോണിനേക്കാൾ കുറച്ചുകൂടെ നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത് പോക്കോ M2നാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഒരു രണ്ട് ഫോണുകളുടെയും ഡിസ്പ്ലേ സൈസൊക്കെ ഒരേ സൈസാണെങ്കിൽ കൂടി പോക്കോ M2നാണ് ഫുൾ HD റെസൊല്യൂഷനിൽ വരുന്ന ഒരു ഡിസ്പ്ലേ ഉള്ളത്. അതേപോലെ തന്നെ ഇതിൻ്റെ ക്യാമറ സെറ്റപ്പിൽ പോക്കോ M2ൻ്റെ ക്യാമറ സെറ്റപ്പ് കുറച്ച് പിന്നോട്ടാണെങ്കിൽ കൂടി അതൊരു നെഗറ്റീവ് സൈഡായിട്ടൊന്നും പറയാനില്ല. 64 മെഗാപിക്സലിൻ്റെ ഒരു പ്രൈമറി ലെൻസ് പോക്കോ M2ൽ നമുക്ക് ലഭിക്കുന്നില്ല. ആ ഒരു ഫീച്ചർ ആയിരിക്കും ഒരു പക്ഷേ നമുക്ക് Realme7iയുടെ ഒരു പോസിറ്റീവ് സൈഡായിട്ട് പറയാനുള്ളത്. എങ്കിൽ കൂടി മോശമല്ലാത്തൊരു ക്യാമറ സെറ്റപ്പും നല്ലൊരു ബാറ്ററി ബാക്കപ്പും സെയിം ബാറ്ററി ബാക്കപ്പും അതേപോലെ തന്നെ മികച്ചൊരു ഡിസ്പ്ലേയും മികച്ചൊരു പ്രോസസ്സറും ഒക്കെ ഞാൻ സ്പെക്ക് നോക്കിയ സമയത്ത് പോക്കോ M2ലാണ് എനിക്ക് കാണാനായിട്ട് കഴിഞ്ഞത്. അപ്പോൾ ഈ ഒരു രണ്ട് ഫോണുകൾ തമ്മിലുള്ള കമ്പാരിസൺ വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ മറ്റെന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യും വേണം. ഈ ഒരു ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.